രണ്ടാളും വൈകില്ല. ഒരു പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പപ്പായ കിട്ടിയില്ല, അപ്പൊ അതുകൊണ്ട് വേറൊരു സാധനം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നാളെ നമുക്ക് ബിരിയാണിക്ക് കൂടെ കഴിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഒരു ട്രയലും ആണ്, എങ്ങനെ ആവുന്നറിയില്ല, നോക്കാം നമുക്ക്. ഇതാണ് നമ്മളെ മെയിൻ സാധനം. കണ്ടായിരിക്കും മാങ്ങയാണ്, പക്ഷെ മാങ്ങയല്ല കേട്ടോ. എന്താ പാട് അറിയുമ്പോ നോക്ക്. മാങ്ങയല്ല. ഇതാണോ മറ്റേ? ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. രണ്ടാളും വൈകില്ല. ഓക്കെ, ഞാനില്ലേ ഒരു പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നാളെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ബീഫ് ബിരിയാണി. വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ല, നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട്, അപ്പൊ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാ. ഞാൻ അതിന്റെ കൂടെ ഒരു പിക്കിൾ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക. കഴിഞ്ഞ ദിവസം സുരഭി ചേച്ചീന്റെ അവിടെ പോയപ്പം അവര് ഫുഡ് നമ്മൾ വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്ന് ഓർഡർ ചെയ്യിച്ചിട്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു പിക്കിൾ ഉണ്ടായിരുന്നു, മറ്റേ പപ്പായല്ലേ, പച്ച പപ്പായ വെച്ചിട്ടുള്ള ഒരു പിക്കിള്, സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാന്നാ വിചാരിച്ചത്, പക്ഷെ പപ്പായ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് വേറൊരു സാധനം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നോക്കാം, വാ. കാണാൻ നല്ലപോലെ ഉണ്ടല്ലോ. എടുത്തിട്ടാകുമ്പോ പാൻ വെച്ചത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇച്ചിരി കടുക്, കുറച്ച് ഉലുവ. അമ്മ ഇത് മിക്സിയിൽ പൊടിയലുണ്ടാവില്ലല്ലോ, ഇച്ചിരിയല്ലോ, അപ്പൊ അതിലോട്ട് ചതക്കേണ്ടി വരും തോന്നി. ഈ കടുകും ഉലുവയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, പൊടിക്കാൻ പാകത്തിന്. നമുക്ക് കപ്പ അത്ര ശരിയായില്ലായിരുന്നു, നമ്മ വീണ്ടും വേവിക്കാൻ വെച്ചത്. ഇന്ന് കപ്പയും ചമ്മന്തിയും പപ്പടമാണ് നമുക്ക് ഡിന്നറിന്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗത ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ വളരെ കുറച്ചുണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നാളെ നമുക്ക് ബിരിയാണിക്ക് കൂടെ കഴിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ഉണ്ടാക്കി വെക്കുന്നില്ല. പിന്നെ ഒരു ട്രയലും ആണ്, എങ്ങനെ ആവുന്നറിയില്ല, നോക്കാം നമുക്ക്. വിശക്കുണ്ട്, കപ്പയാവണ്ടേ, അപ്പത്തേക്കും വേഗത ഉണ്ടാക്കാം. എന്ത് വെള്ളം? എന്റെ ട്രൈപോഡ് ജഗ്ഗാണ്. അപ്പൊ അമ്മ പറയാ, ഞാൻ ഇപ്പൊ വന്നിട്ട് ആ ജഗ് വലിച്ചെടുത്തേത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കുറച്ചെടുക്കുക കേട്ടോ, വളരെ കുറച്ചെടുക്കുന്നുള്ളൂ. ഇതൊക്കെ ഇതാണ് നമ്മളെ മെയിൻ സാധനം. ഞാൻ പറഞ്ഞില്ലേ പച്ച പപ്പായ കിട്ടിയില്ല. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്നലെ ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പം ഗായന്റെ വീട്ടിൽ കോഴിക്കോട് പോയപ്പം പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവളെ വീട്ടിലെ സൈഡില് അവള് മരത്തിൽ ഇതുണ്ടായിരുന്നു, അമ്പഴങ്ങ. അപ്പൊ അവള് പറഞ്ഞു, ചേച്ചി പറിച്ച് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പറിച്ചു തന്നതായിരുന്നു ഇത്. അപ്പൊ ഞാൻ ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തി ഉടനെ തന്നെ അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പച്ചയായിട്ടെന്ന് പറഞ്ഞാൽ മാങ്ങ കടിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ പറ്റുന്നൊരു അങ്ങനെ ഉണ്ട് ഇത് പച്ചയായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പം ഞാൻ വിചാരിച്ച പോലെ ആ ഒരു പപ്പായ ആ ഒരു ഏകദേശം അതുപോലെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഉപ്പിൽ അമ്പഴങ്ങ ചെയ്യുമ്പോൾ എന്തൊക്കെയോ പറയുന്നു. ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ ഇന്നലെ, അപ്പൊ അത്ര ആയിട്ടില്ല. ഒരു 2 ദിവസം കഴിയേണ്ടിരുന്നു ആവണമെങ്കിൽ. ആരും കണ്ടായിരിക്കും മാങ്ങയാണ്, പക്ഷെ മാങ്ങയല്ല കേട്ടോ, അമ്പഴങ്ങയാണേ. കൈയൊക്കെ വെച്ചിടാൻ പോവാ. ഇത് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ കോഴിക്കോട് ബീച്ചിൽ എപ്പോഴും പോകുമ്പോൾ ഇതിങ്ങനെ ഉപ്പിലിട്ടത് ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ അങ്ങനെ കാണില്ല. ഞാനിതാ അമ്പഴങ്ങ കട്ട് ചെയ്തു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ ഉലുവയും കടുകും, ഇത് നമുക്ക് ഇതിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതാ നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിക്കുകയാണ് ശരിക്കും നല്ലത്, പക്ഷെ നല്ലെണ്ണ ഇല്ല. ഞാൻ പിന്നെ വെളിച്ചെണ്ണ, നമുക്ക് പിന്നെ ഒരു നേരത്തേക്കല്ലേ, അപ്പോൾ ഇത് മതി. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഒരു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടട്ടെ കേട്ടോ. നമ്മൾ നന്നാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്
ഇതിൻ്റെ ആ പച്ച മണത്തൊന്ന് മാറുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ടെന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കശ്മീരി മുളക് പൊടിയാട്ടോ. നമുക്കൊരു ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ. എന്നിട്ട് ഇതിന്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കരിയാതെ നോക്കണേ. ഇനി ഇതാ നമുക്ക് അമ്പഴങ്ങ ഇടാം. എനിക്കൊരു കൈ കൊണ്ട് മരിക്കിടാൻ പറ്റില്ല, ഞാൻ ഒന്ന് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അധികം കുക്കാവേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ആ സമയത്തിന് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. വിനീഗർ ഒഴിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ പിക്കിളും ഇങ്ങനെ കടിക്കാൻ പറ്റണം. ഇനി നമുക്ക് മധുരം വേണം നമുക്ക് ഇതിലേക്ക്. അപ്പോൾ പഞ്ചസാര, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കടുക് ഉലുവയും വറുത്തതില്ലേ, അതിട്ട് കൊടുക്കാം. ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് ലൂസ് പോലെ, എനിക്ക് കുറച്ചുകൂടെ ഒരു ജെല്ലി പോലെ വേണമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ. അത് ഇച്ചിരി ഇട്ട് കൊടുത്തു നോക്കട്ടെ, ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കൂടെ ഇടണേ. ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പം ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നില്ല. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതെന്തായാലും ഇപ്പൊ ചൂടാണ്, അപ്പം ഒന്ന് അവിടെ ഇരിക്കട്ടെ. ഇതിപ്പോ രാത്രിയാണ്, രാവിലെ വരെ അങ്ങനെ ഇരിക്കട്ടെ. ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ വർക്കിന് പോയതാ. അപ്പൊ പുലർച്ചെ എത്തുള്ളൂ. അപ്പൊ ഏട്ടൻ നാളെ ഉണ്ടാവും എന്തായാലും. അപ്പൊ നാളെ ഞാനും ഏട്ടനും കൂടെ ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഞാനിതാ ഒരു സാധനം ഇടാൻ മറന്നുപോയി, കായപ്പൊടി. കുഴപ്പമില്ല, ഞാനത് ഇട്ട് കൊടുക്കുകയാണേ. അത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കും. പിന്നെ ബാക്കി നാളെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. നേരത്തെ ഉണ്ടാക്കിയ കപ്പയും ഇതും കൂടി കാണിക്കാന്ന് വെച്ചു. കപ്പ, പപ്പടം, കട്ടൻ ചായ ഉണ്ട്, അമ്മ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ചമ്മന്തി, മുളക് ചമ്മന്തി, മുളകും ചെറിയുള്ളി, പച്ചമുളകും. എരുണ്ട്, നല്ല എരുണ്ട്. അതെ, ചൂടുണ്ട്, ചൂടുണ്ട്. ചമ്മന്തി, പപ്പടം, കപ്പി മിക്സ് ചെയ്ത്. ഓ നല്ല ചൂട്. കപ്പ ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ അമ്മ പറ. കപ്പ കുഴപ്പമൊന്നുമില്ല. പൊടി ഇങ്ങനെ അത്ര പൊടിയില്ല, പക്ഷെ മോശമല്ല കപ്പ, ടേസ്റ്റ് ഉണ്ട്. മോനെ അച്ചാർ നോക്കിയിട്ട് പറ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു. വെറൈറ്റി ആണ്, എന്താ പാട് അറിയില്ല. നോക്ക്, എന്താ 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 അത് മറ്റേതാണോ?
മാങ്ങനല്ല, മാങ്ങി മറ്റേ ഇഞ്ചി ഉണ്ടോ? മറ്റേ ഇഞ്ചി ഉണ്ടോ? മാങ്ങയല്ല, അല്ല ഇതാണോ മറ്റേ എന്ത് പഴ? എലന്തപ്പഴം. അമ്പഴങ്ങ. അമ്പഴങ്ങ. Yes. നമ്മൾ എലന്തപ്പഴം എന്നാ ശരിക്കും പറയാം അല്ലേ? നമ്മൾ അമ്പഴങ്ങ എന്ന് പറയില്ലല്ലോ. എലന്തപ്പഴം മാങ്ങയല്ലേ? ഞാൻ ബിരിയാണിയിലേക്ക് മാത്രം ഇച്ചിരി ഉണ്ടാക്കിയതാ. താങ്ക് യു.